വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കള് യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്. കർത്താവ് അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ഇതിൻ്റെ ഉദ്യമങ്ങൾ, യാത്രകൾ, അതിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഇതിൻ്റെ ഒരു യാത്രകൾ, തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് അങ്ങയുടെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവവേദ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധ ദൈവമാതാവ് തന്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള രൂഢമൂലമായ അറിവെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയേണ്ടത്. അതാണ് ഏകസത്യമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ്. നിത്യജീവൻ പെർസ്പെക്റ്റീവില് അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയണം. ഇപ്പൊ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല. ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല. ഒരു ലോക ഗുരുവായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ കാര്യമില്ല. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാ വലിയ ചോദ്യമാണത്. 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ശിമയോൻ പത്രോസാണ് മറുപടി പറയണത്. എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് സംഭവം. നീ ജീവനുള്ള ദൈവത്തിന്റെ, ദൈവങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ് പത്രോസ്, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ട്.